ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 23ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു സന്യാസ ഭവനത്തിൽ ചെന്ന അവസരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് അല്പം ആത്മീയ ശുശ്രൂഷ പങ്കുവെക്കലൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് വരാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ഏതാനും ആസ്പിരൻസ് ഉണ്ട്, സന്യാസാർത്ഥിനികളുണ്ട്. അപ്പം അവരെ ഓരോരുത്തരെ ആയിട്ട് ഏതാനും മിനിറ്റുകളൊന്ന് ദേവാലയത്തിൽ വെച്ച് തന്നെ, ചാപ്പലിൽ വെച്ച് തന്നെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ ഓരോരുത്തർ വരുന്നു, ഒട്ടുകൊത്ത് നിൽക്കുന്നു, അത്യാവശ്യം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഞാനത് കേൾക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പറഞ്ഞു വിടുന്നു. അങ്ങനെയാണ്. ബാക്കിയുള്ള പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പെൺകുട്ടി യുവതി ഇങ്ങനെ അർത്ഥിനി കടന്നു വന്നു. കുർബാനയിൽ ഞാൻ അവിടെ ശ്രദ്ധിച്ചതാണ്, നല്ല ഭംഗിയായിട്ടുള്ള കുർബാനയെ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ വന്ന് വിട്ട് കുത്തിക്കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, അച്ഛാ എനിക്കൊരു പേടിയുണ്ട്, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി പോലെയാണ്. പ്രതി രാത്രിയിലൊക്കെ എനിക്കൊരു പേടിയാണ്. രാത്രി കിടക്കുമ്പോൾ തനിച്ച് കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് പോലെയാണ്. ആരോ എൻ്റെ അടുത്ത് ഇങ്ങനെ നീങ്ങുന്ന പോലെ തോന്നും, മാറുന്ന പോലെ തോന്നും, എനിക്ക് പേടി വരുന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം. അവിടെ പിന്നെ എനിക്ക് പൊതുവെ പെട്ടെന്ന് തോന്നിയ ഒരു ഇമ്പ്രഷൻ, നന്നായിട്ട് പോകുന്നല്ലോ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അർത്ഥനായിട്ട് വന്നിരിക്കുന്നു, പരിശീലനത്തിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചിന്തയെ ഞാൻ ഇച്ചിരി ഒന്ന് അവഗണിച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് എടുക്കാനായിട്ടൊരു പ്രേരണ കൊടുത്തു. എന്നുവെച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ആരാ? ദൈവത്തിൻ്റെ ആത്മാവല്ലേ, ഈശോ എൻ്റെ കൂടെ വസിക്കുന്നു, വിശുദ്ധ ആത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുന്നു പറഞ്ഞിട്ടുള്ളൂ, കവൽമാലാഖ എൻ്റെ കൂടെ, പേടിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ആശ്വാസമായി കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ പ്രേരണ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ അവളുടെ ചെറിയ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ മുഖം ഇങ്ങനെ മാറി, മുഖത്തിൻ്റെ ഭാവം മാറിയിട്ട് ഇച്ചിരി ഒരു രൂക്ഷഭാവം വന്നു, ഒരു റിയാക്ഷൻ പോലെ വന്നിട്ട് വയലൻ്റ് ആവുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ വളഞ്ഞു കുത്തിയിട്ട് നിലത്തോട്ട് ഇങ്ങനെ കൈകാലുമൊക്കെ വല്ലാണ്ടായിട്ട് നിലത്തോട്ടങ്ങ് വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവള് പറഞ്ഞ ഈ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു അരുവിയുടെ സാന്നിധ്യമായിരുന്നില്ല. അപ്പോൾ ഞാനും കൂടെ മുട്ടുകുത്തി നിന്നിട്ട് നിലത്ത് കിടന്ന് അവിടെ ചെറിയ കൈ വെച്ചുകൊണ്ട് ശക്തമായിട്ട് ഏതാനും നിമിഷങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവൾ കിടന്ന് കുറച്ച് വയലൻ്റായിട്ട് റിയാക്റ്റ് ഒക്കെ ചെയ്തു, പക്ഷെ വലിയ ബഹളമൊന്നും വെച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾ ശാന്തമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തി. അവിടെ മുട്ടിന് മേലേക്ക് എണീറ്റ് വന്നപ്പോൾ ഞാൻ വീണ്ടും കസേര ചെയ്ത് ചോദിച്ചു, നിനക്ക് എന്നെ തോന്നി? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് അത് അസ്വസ്ഥ പോലെ തോന്നി. പക്ഷേ പിന്നെ ഞാനൊരു ദർശനം കണ്ടച്ചാൽ ഒരാളിങ്ങനെ വന്നിട്ട് ഒരാളുടെ ചങ്ങിനിട്ട് കുത്തുകയാണ്. എന്നിട്ട് അവൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ കുത്തി അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ആരാ കുത്തിയത്, ആർക്കിട്ടാ കുത്തിയത്? അച്ഛാ ഈശോയാന്ന് തോന്നുന്നു കുത്തിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അവളുടെ കൂടെ ഉണ്ടെന്ന് അവൾ വിചാരിച്ചിരുന്ന, അവൾക്ക് ഭയം പോലെ തോന്നിയിരുന്ന ആ ഒരു സാന്നിധ്യത്തെ ഈശോ തീർത്ത് കളഞ്ഞ് നമുക്ക് നല്ല സന്തോഷം അവിടെ മുഖത്ത് തെളിയുകയാണ്. ഞാൻ പറഞ്ഞു, ഈശോ നിനക്കൊരു വിടുതൽ തന്നതാണ്, നിനക്ക് ഭയത്തിൻ്റെ ഒരു അനുഭവം ഉണ്ട്, അതിന് പുറകെ അല്പം ഒരു തിന്മയുടെ ആക്രമണം ഉണ്ടായിരുന്നു, ഈശോ ദൂരീകരിച്ചിട്ടുണ്ട്, നല്ല മിടുക്കിയായിട്ട് സന്തോഷമായിട്ട് ഇനി ഈശോയ്ക്ക് വേണ്ടി മുഴുവൻ സമർപ്പിക്കാനായിട്ട് പരിശീലനം നേടി നീങ്ങാൻ പറഞ്ഞ് ഞാൻ അനുഭവിച്ചത് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് എനിക്കൊരു പലപ്പോഴും ബോധ്യപ്പെട്ട കാര്യമാണ്. നമ്മൾ ബാഹ്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയെ നീങ്ങുന്നവരുടെ ജീവിതങ്ങളിൽ പോലും തിന്മയുടെ സാന്നിധ്യങ്ങൾ, സ്വാധീനങ്ങൾ, ബന്ധനങ്ങൾ കയറി കിടക്കാം. ബൈബിളിൽ തന്നെ കാണുന്ന രംഗങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ കഫർനഹൂമിലെ സിനഗോഗിൽ ഈശോ ഒരു ദിവസം, യാദൃശ്ചികം നമുക്ക് തോന്നുന്നു, പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനമാണ് എല്ലാം. അവിടെ ചെല്ലുന്നു, ഈശോയെ പഠിപ്പിച്ചു, അധികാരത്തോടെ പഠിപ്പിച്ചു. അപ്പോൾ കേട്ടിരുന്നവൻ ഒരാൾ അശുദ്ധാത്മാവുള്ള വ്യക്തിയായിരുന്നു. അവൻ അലറി. നമുക്കറിയാം സംഭവം. അപ്പം ഈശോയുടെ പരിശുദ്ധ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഈശോ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല. കഫർനഹൂമിലാണ്, നസ്രത്തിൽ പോലും അല്ല. ഈശോ ഒരു ആദ്യ വർഷം കാണുന്നതാണ്. ഈശോ ആദ്യമായിട്ട് ആ സിനഗോഗിൽ ചെല്ലുന്നത്. പത്രോസിൻ്റെയും അന്ത്രോസിൻ്റെയൊക്കെ നാടാണ് കഫർനഹൂം. അപ്പോൾ അവിടെ എല്ലാ സാപത്തിനും പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഈ അശുദ്ധാത്മാവ് വെളിപ്പെട്ട് ഇങ്ങനെ ബഹളം വെക്കാൻ ഇടവരുന്നത്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും പതിവായിട്ട് കുർബാനയ്ക്ക് വരുന്ന ഇടവക്കാരനെ പോലെ വികാരിച്ചനോ അല്ലെങ്കിൽ ആ വരുന്ന ആളിനോ ആളുടെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ചിന്തയില്ല ഈ ആൾക്കൊരു പൈശാചിക സ്വാധീനമുണ്ട്, സാന്നിധ്യമുണ്ട് എന്നുള്ളത്. പക്ഷെ അന്ന് അതാണ് അന്നത്തെ അവസ്ഥ. ഈശോ അന്ന് അധികാരത്തിൽ പഠിപ്പിച്ചപ്പം ഈശോ സാന്നിധ്യം വന്നപ്പോൾ ഈ അരുവി വെളിപ്പെടുകയാണ്. ലൂക്ക 13 10 മുതലുള്ള വാക്യങ്ങളിലും ഒരു സാപത്തിൽ ഈശോ ഒരു സിനഗോഗിൽ ചെല്ലുമ്പം കൂനിയായ ഒരു സ്ത്രീ 18 വർഷമായിട്ട് രോഗത്തിൻ്റെ ആത്മാവ് ബാധിച്ച് അങ്ങനെ വന്നതാണ്.
ഈശോ അവിടെ കൈ വെച്ച് അവർക്ക് വിടുതൽ കൊടുക്കുകയാണ്. അതേപറ്റി തർക്കം സിനഗോഗിൻ്റെ അധികാരി ഉന്നയിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന വിശദീകരണം നമുക്കറിയാം. 18 വർഷം അവിടെ സാധാരണ ബന്ധിച്ചിട്ടുന്ന അബ്രാഹത്തിൻ്റെ മകളെ. അപ്പോൾ അവളും അന്ന് അവിടെ സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഈശോ വരുന്ന അറിഞ്ഞുകൊണ്ടല്ല. 18 വർഷമായിട്ട് അവൾ കൂനിയായിട്ട് നടക്കുന്നു. അന്ന് പക്ഷെ ദൈവപരിപാലന ഈശോ അവിടെയുണ്ട്. അതുകൊണ്ട് അവൾക്ക് സൗഖ്യം കിട്ടി. ആ സൗഖ്യം നട്ടലിൻ്റെ കേടുപാട് മാറുന്ന സൗഖ്യമല്ല, പക്ഷെ വിടുതലാണ്. അപ്പോൾ ഈ സ്ത്രീ പതിവായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു സ്ത്രീ ആയിരുന്നിട്ടും അവളുടെ ബന്ധനാവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അനുഭവങ്ങൾ കാണുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ ഒരു നോർമലായിട്ടുള്ള പതിവ് രീതിക്കുള്ള റൊട്ടീൻ തരത്തിലുള്ള പ്രാർത്ഥനകളോ പള്ളിപ്പോക്കോ ഉദാശ സ്വീകരണത്തിൻ്റെ യാന്ത്രികതയിലുള്ള നടത്തിപ്പ് കൊണ്ട് മാത്രം നമുക്ക് ഒരു ദൈവാനുഭവത്തിൻ്റെ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഉടമസ്ഥത സ്വന്തമാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കണമെന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഉള്ളു കത്തി ജ്വലിച്ച് ദൈവത്തിൻ്റെ സാമീപ്യമോ സ്നേഹമോ അനുഭവിച്ച് പ്രാർത്ഥനയുടെ രുചിയിൽ ആഴപ്പെട്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊതിയോടെ രുചിയോടെ ഇറങ്ങുന്ന വളർച്ചയുടെ ഒരു വഴിയിലല്ല നമ്മൾ നീങ്ങുന്നതെങ്കിൽ, മറിച്ച് സൂചിപ്പിച്ച ഒരു യാന്ത്രികതയുടെ അനുഷ്ഠാനങ്ങളുമായിട്ട് മാത്രം നീങ്ങുന്നവരാണ് എങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ടായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ ശക്തമായ സാന്നിധ്യം, സഹായ സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.